ഹലോ ഗായ്സ്, അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയെടുത്ത വേരിയബിൾ പവർ സപ്ലൈ യൂണിറ്റ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു വേരിയബിൾ പവർ സപ്ലൈ അല്ലെങ്കിൽ ബെഞ്ച് പവർ സപ്ലൈ എന്നൊക്കെ പറയും. അങ്ങ് ഒരു പവർ സപ്ലൈ യൂണിറ്റ് ആണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇത് വെച്ച് നമുക്ക് വോൾട്ടേജും ആംബിയറും അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് ആണ്. ഏകദേശം ഒരു 500 രൂപ താഴെ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ളൂ. അപ്പം ഇതുകൊണ്ട് കുറഞ്ഞ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ. ഇത് നിർമ്മിക്കാനായിട്ട് നമുക്ക് ഇത്രയും കമ്പോണൻസ് ആവശ്യമുണ്ട്. ഇത് ഏതൊക്കെയാണ് നമുക്ക് പരിചയപ്പെടാം. ഇതാണ് ഇതിനകത്തെ മെയിൻ കമ്പോണന്റ്. ഇതൊരു DC to DC ബക്ക് ബൂസ്റ്റ് കൺവെർട്ടർ ആണ്. ഇത് ഉപയോഗിച്ച് വോൾട്ടേജും ആംബിയറും നമ്മുടെ ആവശ്യാനുസരണം ഉയർത്താനും താഴ്ത്താനും സാധിക്കും. ഇനി ഇത് ഒരു ഡ്യുവൽ LED വോൾട്ട് മീറ്റർ നമുക്ക് ആവശ്യമുണ്ട്. ഇതിനകത്ത് നമുക്ക് വോൾട്ടേജ് ആംബിയറും ഒരു നമുക്ക് കാണാൻ കഴിയും. പിന്നെ 10K റോട്ടറി പൊട്ടൻഷ്യോമീറ്ററും അതിന്റെ നോബും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നീട് ഇത് ഒരു സ്വിച്ചും ഒരു DC ഫീമെയിൽ സോക്കറ്റും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നീട് ഇത് 2 ബനാന സോക്കറ്റും നമുക്ക് ആവശ്യമുണ്ട്. ഞാൻ ഇതിന്റെ ബോഡി നിർമ്മിക്കാനായിട്ട് ഫോം ഷീറ്റിൽ എനിക്ക് വേണ്ട അളവിൽ കുറച്ച് പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുൻവശത്ത് വരുന്ന പീസിൽ വോൾട്ട് മീറ്ററും പൊട്ടൻഷ്യോമീറ്ററും വെക്കാൻ ഭാഗത്തിന് ഞാൻ കുറച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി കട്ട് ചെയ്ത ഭാഗത്തോട്ട് നമുക്ക് വോൾട്ട് മീറ്റർ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന്റെ തൊട്ട് താഴെ വരുന്ന 2 ഹോളുകളിൽ നമുക്ക് 2 പൊട്ടൻഷ്യോമീറ്ററോടെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി തൊട്ടപ്പുറത്തുള്ള 2 ഹോളുകളിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2 ബനാന സോക്കറ്റോടെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഫ്രണ്ട് പാനൽ ബനാന സോക്കറ്റും പൊട്ടൻഷ്യോമീറ്ററും വോൾട്ട് മീറ്ററും നമ്മൾ ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 2 പൊട്ടൻഷ്യോമീറ്ററും 0 കൊണ്ടുവന്നിട്ട് നമുക്ക് നോബോഡ് ഇട്ട് കൊടുക്കാം. നോബിന്റെ ആംഗിൾ താഴോട്ടിരിക്കുന്ന രീതി വേണം നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. അടുത്തായിട്ട് ബക്ക് ബൂസ്റ്റിൽ ഇത് ഒരു LED വന്നിട്ടുണ്ട്. ഈ LED നമുക്ക് സോൾഡറിംഗ് ചെയ്യേണ്ട സഹായത്തോടെ ഊരിയെടുക്കാം. ഈ LEDക്ക് 3 ലെഗുകളാണ് വരുന്നത്. LEDയിൽ നിന്ന് ഊരിയെടുത്ത സമയത്ത് ഇതിന്റെ ഒരു ലെഗ് ഒടിഞ്ഞു പോയി. അതിന് പകരം ഞാൻ മറ്റൊരു LED എടുത്തിട്ടുണ്ട്. ഈ LED നമുക്ക് വോൾട്ട് മീറ്ററിന്റെ സൈഡിലോട്ട് ഹോൾട്ട് ഇട്ട് അവിടോട്ട് ഫിറ്റ് ചെയ്തെടുക്കാം. ബക്ക് ബൂസ്റ്റ് കൺവേർട്ട് ചെയ്തുകൊണ്ട് 2 പൊട്ടൻഷ്യോമീറ്റർ വരുന്നുണ്ട്. ഒരെണ്ണം വോൾട്ടേജിനും ഒരെണ്ണം ആംബിയറിനുമായിട്ടാണ്. ഇത് രണ്ടും നമുക്ക് ഇവിടെ നിന്ന് ഊരിയെടുക്കാം. ഞാനിവിടെ സോൾഡറിംഗിന് ഉപയോഗിച്ച് വളരെ പതിയാണ് ഊരിയെടുക്കുന്നത്. ഇത് ഊരിയെടുക്കുന്ന സമയത്ത് PCB ബോർഡിന് ഡാമേജ് ഒന്നും വരാതെ ശ്രദ്ധിച്ചോണം. ഇനി ഇതിലത്തെ 2 സെറ്റ് വയറുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒരെണ്ണത്തിനകത്ത് 3 വയർ വെച്ചാണ് വരുന്നത്. ഇത് നമ്മൾ ഊരിയെടുത്ത പൊട്ടൻഷ്യോമീറ്ററിന്റെ ലെഗിലോട്ട് സോൾഡ് ചെയ്ത് കൊടുക്കാം. പൊട്ടൻഷ്യോമീറ്ററിന്റെ ലെഗുകൾ നമ്മൾ കൃത്യമായിട്ട് ഓർമ്മ വേണം. ആ രീതി വേണം നമ്മൾ വയറുകൾ സോൾഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ അടുത്ത പൊട്ടൻഷ്യോമീറ്ററിൽ നിന്ന് നമുക്ക് 3 വയറുകൾ സോൾഡ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ പൊട്ടൻഷ്യോമീറ്ററിന്റെ എല്ലാ ലെഗുകളിൽ നിന്നും വയറുകൾ സോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ടൈപ്പ് പൊട്ടൻഷ്യോമീറ്ററിന്റെ ലെഗുകൾ ഒന്ന് പരിചയപ്പെടാം. മണ്ടയ്ക്ക് ഒരു സ്ക്രൂ ഇരിപ്പില്ലേ, ആ സ്ക്രൂവിന് തൊട്ട് താഴെ വരുന്ന 1ാമത്തെ ലെഗ്, നടുക്കത്തെ 2ാമത്തെ ലെഗ്, അങ്ങേയറ്റത്ത് വരുന്ന 3ാമത്തെ ലെഗ്. ഇനി നമ്മൾ ഓൾറെഡി ബോഡിയിൽ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടൻഷ്യോമീറ്ററിലോട്ട് ഈ പൊട്ടൻഷ്യോമീറ്ററിൽ നിന്നുള്ള വയറുകൾ സോൾഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫിറ്റ് ചെയ്തെടുത്ത പൊട്ടൻഷ്യോമീറ്റർ അങ്ങോട്ട് തിരിച്ചു പോകുന്ന സമയത്ത് വല സൈഡിൽ ആദ്യം വരുന്ന ലെഗ് 3ാമത്തെ ലെഗാണ്, നടുവിൽ വരുന്ന 2ാമത്തെ ലെഗ്, ഇട സൈഡിൽ ആദ്യം വരുന്ന ലെഗ് 1ാമത്തെ ലെഗുമാണ്. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത പൊട്ടൻഷ്യോമീറ്ററിന്റെ വയറുകൾ ലെഗുകൾ മാറിപ്പോത്ത രീതിയിൽ സോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ PCBയിൽ നൂരിയെടുത്ത LED 3 ലെഗുകളോടെ നമുക്ക് 3 വയറുകളിൽ സോൾഡ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ആദ്യം ബോഡിയിൽ ഫിറ്റ് ചെയ്തെടുത്ത LEഡിലോട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. സെൻട്രൽ ലെഗ് മാത്രം മാറിപ്പോകാതെ നോക്കിയാൽ മതി. ഇനി ഇതിന്റെ താഴ്വശം വരുന്ന പാർട്ടിലോട്ട് ഞാൻ ഇതുകൊണ്ട് ഒരു ചെറിയ പാർട്ട് ഉറപ്പിച്ച് കൊടുക്കണം. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ബക്ക് ബൂസ്റ്റ് കൺവെർട്ടർ ശകലം പൊങ്ങിയിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു പ്ലാറ്റ്ഫോം പണിതെടുക്കുന്നത്. ഇത് കൃത്യമായിട്ട് ഇവിടെ ഉറച്ചിരിക്കാൻ വേണ്ടി നമുക്ക് സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിന്റെ പുറകിലായിട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗത്ത് ഞാൻ ഒരു സ്വിച്ചും സോക്കറ്റോടെ ഫിറ്റ് ചെയ്യുകയാണ്. ഇവിടെയാണ് ഇൻപുട്ട് ലൈൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് സോക്കറ്റിന്റെ പോസിറ്റീവ് ലെഗിൽ നിന്നും ഒരു വയർ സോൾഡ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് സ്വിച്ചിന്റെ ഏതെങ്കിലും ഒരു ലെഗിലോട്ട് സോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി മറ്റൊരു വയർ നമുക്ക് സ്വിച്ചിന്റെ അടുത്ത ലെഗിൽ നിന്നും സോൾഡ് ചെയ്തെടുക്കാം. ഇനി സോക്കറ്റിന്റെ നെഗറ്റീവ് ലെഗിൽ നിന്നും ഞാൻ ഒരു കറുത്ത വയർ സോൾഡ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇൻപുട്ട് സെക്ഷനിൽ വരുന്ന പോസിറ്റീവ് ലൈനും നമ്മുടെ വോൾട്ട് മീറ്ററിൽ ഒരു ചെറിയ ചുവന്ന വയറുണ്ട്. ആ വയർ നമുക്ക് ഒരുമിച്ച് കണക്ട് ചെയ്യാം. ഇതാണ് ഇതിന്റെ പോസിറ്റീവ് ലൈന്. ഇത് നമുക്ക് ബക്ക് ബൂസ്റ്റ് കൺവെർട്ടറിന്റെ ഇൻപുട്ട് ലൈനിലെ പോസിറ്റീവ് സെക്ഷനിലോട്ട് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാം. ഇനി ഇൻപുട്ട് സെക്ഷനിൽ വരുന്ന നെഗറ്റീവ് ലൈൻ നമ്മുടെ വോൾട്ട് മീറ്ററിൽ നെഗറ്റീവ് ലൈൻ, അതായത് കറുത്ത ചെറിയ വയറുമായിട്ട് കണക്ട് ചെയ്യാം. ഇത് നമുക്ക് ബക്ക് ബൂസ്റ്റ് കറന്റിന്റെ നെഗറ്റീവ് ഇൻപുട്ടിലോട്ട് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാം. ഇനി നമ്മൾ ആദ്യം ഫിറ്റ് എടുത്ത ബനാന സോക്കറ്റിന്റെ റെഡ് വയർ, അതായത് പോസിറ്റീവ് സെക്ഷനിലോട്ട് നമുക്ക് ഒരു വയർ സോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ബനാന സോക്കറ്റിൽ നിന്നെടുത്ത യെല്ലോ വയറും വോൾട്ട് മീറ്ററിൽ നിന്ന് വരുന്ന യെല്ലോ വയറും തമ്മിൽ ഒരുമിച്ച് കണക്ട് ചെയ്യാം. ഇത് നമുക്ക് ബക്ക് ബൂസ്റ്റ് കൺവെർട്ടറിന്റെ പോസിറ്റീവ് ഔട്ട്പുട്ടിലോട്ട് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാം. ഇനി വോൾട്ട് മീറ്ററിൽ കനം കൂടിയ ഒരു ചുവപ്പും കറുപ്പും വയറുകൾ വരുന്നുണ്ട്. ഇതിലെ കറുത്ത വയർ ഞാൻ ഒരല്പം നീളം കൂട്ടി എടുക്കുകയാണ്. ഷോർട്ട് ആവാതിരിക്കാൻ വേണ്ടി ഞാനൊരു ഇൻസുലേഷനും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു വയർ ബക്ക് ബൂസ്റ്റ് കൺവെർട്ടറിന്റെ നെഗറ്റീവ് ഔട്ട്പുട്ടിലോട്ട് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാം. ഇനി നമുക്കുള്ളത് വോൾട്ട് മീറ്ററിൽ നിന്ന് വരുന്ന കനം കൂടിയ റെഡ് വയർ ആണ്. ഈ റെഡ് വയർ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, ഈ റെഡ് വയർ നമ്മൾ നെഗറ്റീവ് ഔട്ട്പുട്ടായിട്ടാണ് കൊടുക്കേണ്ടത്. ഇത് നമുക്ക് ബനാന സോക്കറ്റിന്റെ നെഗറ്റീവ് ഔട്ട്പുട്ടിലോട്ട് സോൾഡ് ചെയ്ത് ഉറപ്പിക്കാം. ഇതോടുകൂടി നമ്മുടെ വയറിംഗ് പരിപാടി എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിന്റെ ബോഡി പാർട്സ് എല്ലാം കൃത്യമായ സ്ഥലങ്ങളിൽ ഒട്ടിച്ചെടുക്കാം. ഇതിന്റെ സൈഡിൽ വരുന്ന ബോഡി പാനലിൽ ഞാൻ 2 എയർ വെന്റിലേഷനും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാണ് ബനാന സോക്കറ്റിന്റെ മെയിൽ പിൻ. ഇതിലോട്ട് നമുക്ക് 2 കട്ടി കൂടിയ വയറുകൾ കണക്ട് ചെയ്യാം. ഇനി ഈ 2 കേബിളിന്റെ അറ്റത്തോട്ട് ഞാൻ 2 ക്രോക്കറ്റൈൽ പിൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് മറ്റൊരിടയിലും കണക്ട് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഇനി ഇതിന്റെ അടിഭാഗത്തോട്ട് 4 ബുഷുകളോട് കണക്ട് ചെയ്യാം. ഇതോടുകൂടി ഇതിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു മെഷീനെ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. വേരിയബിൾ DC പവർ സപ്ലൈ എന്ന് പറയുന്നുണ്ട്, ബെഞ്ച് പവർ സപ്ലൈ എന്ന് പറയുന്നുണ്ട്, അഡ്ജസ്റ്റബിൾ പവർ സപ്ലൈ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ മെയിൻ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും DC വർക്ക് ചെയ്യുന്ന ഇലക്ട്രോണിക്സ് കമ്പോണന്റിലോട്ട് നമുക്ക് വോൾട്ടേജും ആംബിയറും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചില ലൈറ്റ് ഒക്കെ നമുക്ക് എത്ര വോൾട്ടേജിലാണ് വർക്ക് ചെയ്യുന്ന അറിയത്തില്ല. അപ്പോൾ അതും നമുക്ക് ഇതിനകത്തൂടെ കണ്ടുപിടിക്കാൻ പറ്റും. ഇതിന് പവർ കൊടുക്കാനായിട്ട് ഞാൻ 24 വോൾട്ട് 5 ആംബിയർ ഒരു പവർ സപ്ലൈ എടുത്തിട്ടുണ്ട്. എൻ്റെ ഇതേ ഉള്ളായിരുന്നു. 36 വോൾട്ട് വരെ എന്നെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഒന്ന് കണക്ട് ചെയ്യാം. ഇത് പവർ യൂണിറ്റിലോട്ട് കൊടുക്കാം. ഓക്കെ, ഓൺ ചെയ്യുന്നു. അപ്പോൾ ഇനി ഇതിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഈ ഇൻപുട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ നമുക്ക് ഈ ഒരു പിൻ കുത്തി കൊടുക്കുന്നു, സ്വിച്ച് ഓൺ ചെയ്യുന്നു. കണ്ടില്ലേ, ഇതിനകത്ത് ചെറുതായിട്ട് റീഡിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. 1.2 വോൾട്ടേജ്, 0 ആംബിയർ എന്നാണ്. നമുക്കിങ്ങനെ ചെറുകെ കൂട്ടാൻ നേരത്ത് വോൾട്ടേജ് ഇങ്ങനെ ചെറുകെ കൂടി പോകുന്നതാണ്. കണ്ടില്ലേ.
ആംബിയർ നമ്മളിപ്പോൾ എത്ര കൂട്ടിയാലും കൂടത്തില്ല, കാരണം വെച്ചാൽ ഒരു കമ്പോണൻറ്റ് കൊടുക്കാതെ ആംബിയർ കൂടത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനകത്തൊരു കമ്പോണൻറ്റ് കണക്ട് ചെയ്യാം. ഇതിനു മുമ്പ് നമുക്ക് ഇതിൻ്റെ പിന്ന് കണക്ട് ചെയ്യാം. ഈ ടൈപ്പ് പിന്നാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും, ഉണ്ടല്ലേ? ഓക്കെ, അപ്പോൾ ഈ രണ്ട് എൻഡിലും പോസിറ്റീവ് നെഗറ്റീവ് വന്ന് നിൽപ്പുണ്ട്. ഇനി ഇത് നമുക്ക് 24 വോൾട്ട് വർക്ക് ചെയ്യുന്ന ഒരു മോട്ടർ ഞാൻ എടുത്തിട്ടുണ്ട്. ആ മോട്ടറിൻ്റെ ലെഗിലോട്ട് നമുക്ക് കണക്ഷൻ കൊടുക്കാം. കണ്ടില്ലേ, ചെറുതായിട്ട് കറങ്ങാൻ തുടങ്ങി. കൂട്ടുന്നതിനനുസരിച്ച് സ്പീഡ് കൂടുന്നുണ്ട് മോട്ടറിൻ്റെ. ഫുള്ള് കൊടുത്തു. നമുക്ക് ആംബിയറോട് കൂട്ടി നോക്കാം. സ്പീഡ് കൂടുന്നതായി കേട്ടില്ല, സൗണ്ട് തന്നെ. ഫുൾ ആംബിയറും കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ആംബിയർ എടുക്കുന്നതാണ് 4.6 ആംബിയർ ഇത് എടുക്കുന്നുണ്ട് ഈ ഒരു മോട്ടർ. ഫുൾ ആംബിയർ കൊടുത്തുകൊണ്ട് വോൾട്ടേജ് കുറച്ച് മോട്ടർ ചെറുതായിട്ടൊന്ന് കറങ്ങുന്നുണ്ട്. ആംബിയർ അത്രയും കൂടുതൽ കൊടുത്തേക്കുന്നുണ്ടാണ്. ഇനി നമുക്ക് ഇത് കണക്ക് ഒരു വോൾട്ടേജോ കാര്യങ്ങളൊന്നും അറിയാത്തൊരു LED എടുത്തിട്ടുണ്ട്. ഈ LED എത്ര വോൾട്ടേജിൽ അത് വർക്ക് ചെയ്യുന്നത് നമുക്കറിയത്തില്ല, ഇതിനകത്തൊന്നും എഴുതിയിട്ടില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് നമ്മൾ ഈ ഒരു മീറ്റർ കണക്ട് ചെയ്യാം. പോസിറ്റീവ് കണക്ട് ചെയ്തു, നെഗറ്റീവ് കണക്ട് ചെയ്തു. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല, LED കത്തുന്നില്ല. ഇനി നമുക്ക് ഈ ഒരു വോൾട്ടേജിൻ്റെ ഫുൾ അങ്ങ് കൂട്ടി കൊടുക്കാം. കണ്ടില്ലേ, അപ്പോൾ ഈ ഒരു LED എത്ര വോൾട്ടേജിലാണ് വർക്ക് ചെയ്യുന്നത് ഇതിനകത്ത് കൃത്യമായിട്ട് കാണിക്കും. 3 വോൾട്ടേജിലാണ് ഈ ഒരു LED വർക്ക് ചെയ്യുന്നത്. പക്ഷേ ആംബിയർ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ LED ചിലപ്പം അടിച്ചു പോകും. അടിച്ചു പോയി ഗൈസ്, LED അടിച്ചു പോയി. ഞാൻ പറഞ്ഞില്ല LED അടിച്ചു പോകുന്നു. നല്ലൊരു ബൾബായിരുന്നു, പോയി. നല്ലതായിട്ട് ഹീറ്റ്സിങ് ഒക്കെ ഇതിൻ്റെ ചൂടായിട്ടുണ്ട്. അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഉപകരണം വർക്ക് ചെയ്യുന്നത്. ഇത് വളരെ സിമ്പിളായിട്ടും ഒരു 500-600 രൂപ താഴെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഉപകരണമാണ്. ഇത് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ. ഈ ഇലക്ട്രോണിക്സ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് ഇത് ഉപയോഗിച്ച് നമ്മുടെ പല പ്രൊജക്റ്റിനും ഹെൽപ്ഫുൾ ആവുന്ന ഒരു ഉപകരണമാണിത്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ ഒരു ഉപകരണമൊക്കെ ഉണ്ടാക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊജക്റ്റാണിത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.